നിശബ്ദതയിൽ നിന്ന് 3D വരെ മലയാള സിനിമയുടെ തുടക്കം. മലയാള സിനിമ ഒരു ഭാഷയുടെ ആത്മാവും ഒരു ജനതയുടെ സ്വപ്നങ്ങളും വെള്ളിത്തിരയിൽ ആദ്യമായി സിനിമ പിറവിയെടുത്ത കഥ. നിശബ്ദമായ കറുത്ത വെള്ള ഫ്രെയിമുകളിൽ തുടങ്ങി ത്രിമാണ ദൃശ്യങ്ങളുടെ അത്ഭുതത്തിലേക്ക് വളർന്ന ഒരു നൂറ്റാണ്ടിന്റെ സിനിമായാത്രയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വിഗതകുമാരൻ 1928, മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രം. മലയാള സിനിമയുടെ ഉദയകാലം ഒരു മനുഷ്യന്റെ ഒറ്റയ്ക്കുള്ള സ്വപ്നം കൊണ്ടായിരുന്നു. JC ഡാനിയൽ, മലയാള സിനിമയുടെ പിതാവ്, സ്വന്തം സ്വത്തുവിറ്റായിരുന്നു കേരളത്തിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോയായ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് സ്ഥാപിച്ചത്. 1928 പുറത്തിറങ്ങിയ വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യ നിശബ്ദ സിനിമയായി ചരിത്രത്തിലിടം നേടി. ഈ സിനിമയിലെ നായിക PK റോസി ഒരു ദളിത് സ്ത്രീയായിരുന്നു. ഉന്നത ജാതിയിലുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്ന കാരണം കൊണ്ട് അവൾ സമൂഹത്തിന്റെ ക്രൂരതയ്ക്കിരയായതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. സിനിമയ്ക്കെതിരെ പ്രതിഷേധം, അവർക്കുനേരെ കല്ലേറുകൾ, അവസാനം നാടുകടത്തൽ. മലയാള സിനിമയുടെ ആദ്യ നായിക ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയപ്പെട്ടു. ഇന്ന് വിഗതകുമാരൻ ഒരു ലോസ്റ്റ് ഫിലിമാണ്. ഒരു റീലും ശേഷിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ആത്മാവ് ഇന്നും മലയാള സിനിമയിൽ ജീവിക്കുന്നു. ആദ്യ ശബ്ദചിത്രം ബാലൻ 1938. 10 വർഷങ്ങൾക്ക് ശേഷം നിശബ്ദതയ്ക്ക് ശബ്ദം ലഭിച്ചു. 1938 പുറത്തിറങ്ങിയ ബാലൻ മലയാള സിനിമയിൽ ആദ്യമായി കേട്ട സംഭാഷണം ഹലോ മിസ്റ്റർ. അതു പറഞ്ഞത് ആലപ്പി വിൻസെന്റ്. പ്ലേബാക്കില്ലാത്ത കാലം. അഭിനേതാക്കൾ സ്വന്തം പാടിയ 23 ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രം. KK അരൂർ, MK കമലം മലയാള സിനിമയിൽ ആദ്യമായി സംസാരിച്ച നായകനും നായികയും. സംവിധാനം S നെട്ടാണി. തിരക്കഥ മുതുകുളം രാഘവൻ പിള്ള. കഥ A സുന്ദരം. നിർമ്മാണം TR സുന്ദരം. ബാലൻ ഒരു ഭാഷയ്ക്ക് സ്വന്തം ശബ്ദം ലഭിച്ച സിനിമ. കണ്ടം വെച്ചാക്കോട്ട് 1961, ആദ്യ കളർ സിനിമ. 1961 മലയാള സിനിമയ്ക്ക് ബഹുവർണ്ണങ്ങൾ പിറന്ന വർഷം. കണ്ടം വെച്ചാക്കോട്ട് ഈസ്റ്റ്മാൻ കളറിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യ ചിത്രം. ഒരു പാവപ്പെട്ട ചെരുപ്പുകുത്തുകാരൻ ഹജ്ജ് യാത്രയ്ക്കായി തൻ്റെ പഴയ കോട്ടിൻ്റെ പോക്കറ്റുകളിൽ നാണയങ്ങൾ സൂക്ഷിക്കുന്ന കഥ. കോഴിക്കോട് മുസ്ലിം ഭാഷാശൈലിയിൽ ആദ്യമായി വെള്ളിത്തിരയിൽ എത്തിച്ച ചിത്രം. സംവിധാനം TR സുന്ദരം. ബാലൻ നിർമ്മിച്ച അതേ നിർമ്മാതാവ്. ദേശീയ അംഗീകാരം നീലക്കുയിൽ 1954. ജാതി വ്യവസ്ഥയും സാമൂഹിക അനീതിയും യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിച്ച നീലക്കുയിൽ. സംവിധാനം ഭാസ്കരൻ, രാമു കാര്യാട്ട്. കഥ ഉറൂബ്. നിർമ്മാണം TK പരിക്കുട്ടി. അഭിനേതാക്കൾ സത്യൻ, നിസ്കുമാരി. മലയാള സിനിമയ്ക്ക് ആദ്യമായി പ്രസിഡന്റ് സിൽവർ മെഡൽ നേടിക്കൊടുത്ത ചിത്രം. ചെമ്മീൻ 1965. കടലും പ്രണയവും വിശ്വാസവും. ചെമ്മീൻ 1965 പ്രസിഡന്റ്സ് ഗോൾഡ് മെഡൽ നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രം. അന്നും ഇന്നും ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തെയും ക്ലാസിക്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ 1984. 3D വിപ്ലവം. 1984 മലയാള സിനിമ ലോകത്തെ അത്ഭുതപ്പെടുത്തി. മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇന്ത്യയിലെ ആദ്യ 3D സിനിമ. ജിജോ പുന്നൂസ് അമേരിക്കയിൽ നിന്ന് പ്രത്യേക ലെൻസുകളും സാങ്കേതികവിദ്യയും സ്വന്തം പഠിച്ചുകൊണ്ടുവന്നു. മുകളിലേക്കും താഴേക്കും തിരിയുന്ന അപ്സൈഡ് ഡൗൺ ഗാനം സ്വന്തം നിർമ്മിച്ച റൊട്ടേറ്റിംഗ് സെറ്റിലൂടെ. ഒരു ചെറിയ മലയാള ചിത്രം ലോക സിനിമയിൽ തന്നെ ചരിത്രത്തിലിടം നേടി. ആധുനിക നേട്ടങ്ങൾ 2024, 2025. കാലം മാറി, സാങ്കേതികവിദ്യ വളർന്നു. മലയാള സിനിമ ആഗോളവേദിയിലേക്ക് കുതിക്കുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 2025 303 കോടി കടന്ന വേൾഡ് വൈഡ് കളക്ഷൻ. L2 എമ്പുരാൻ 2025 ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്ന്. ചെറിയ ഭാഷ, വലിയ സ്വപ്നങ്ങൾ. നിശബ്ദതയിൽ തുടങ്ങി, ശബ്ദം നേടി, നിറങ്ങൾ കണ്ടെത്തി, ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്ന മലയാള സിനിമ. ഇത് വെറും ചിത്രങ്ങളുടെ ചരിത്രമല്ല, ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ ആത്മകഥയാണ്. മലയാള സിനിമ ഇനിയും
പുതിയ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കും. സിനിമാ ചരിത്ര ഡോക്യുമെന്ററി, സ്ക്രിപ്റ്റ് ആൻഡ് റിസർച്ച് റഷീദ് തൊഴിയൂർ. ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ സിനിമാ ചരിത്ര ഗവേഷണങ്ങൾക്കായി പിന്തുടരുക.